എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇസ്രായേൽ ട്രിപ്പിൻ്റെ ആദ്യ ദിവസം കൊച്ചിയിൽ നിന്നും കെയ്റോയിലേക്കുള്ള യാത്രയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 52 പേരാണുള്ളത്. 38 പേര് US നിന്നും, ബാക്കി വരുന്ന ആൾക്കാർ ദുബൈയിൽ നിന്നും, ബാക്കിയുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്നുമാണ്. ഞങ്ങൾ അവിടെ കെയ്റോയിലാണ് ലാൻഡ് ചെയ്യുന്നത്. കെയ്റോയിൻ്റെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ ട്രാവൽ ഏജൻ്റ് ഉണ്ട്. ബാഗുകൾ കളക്ട് ചെയ്തതിന് ശേഷം ഈജിപ്ഷ്യൻ വിസ, അദ്ദേഹത്തിന് പ്രത്യേക അതോറിറ്റി ഉണ്ട് ഞങ്ങൾക്ക് തരാനായിട്ട്. ഞങ്ങൾ അദ്ദേഹത്തെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പം ഇന്നത്തെ 1 മുതൽ 10 ദിവസം അപ്പോൾ ഞങ്ങൾ കെയ്റോയിലാണ് ഒന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ വീഡിയോകൾക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇവിടെ വിസ സ്റ്റാമ്പ് ചെയ്യുകയാണ്. ഈജിപ്തിൻ്റെ വിസ ഓൺ അറൈവൽ. പുള്ളിക്കാരൻ അദ്ദേഹത്തിന് മുന്തി എന്നാണ് പേര്. ഞങ്ങളെ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അതിന് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈജിപ്ഷ്യൻ വിസ നമ്മുടെ പാസ്പോർട്ടിലോട്ട് ബാഗുകളിലൊക്കെ പണി തരുന്ന പരിപാടിയാണ്. പക്ഷേ നല്ല നടക്കുന്നത് തന്നെ ബെൽറ്റ് വന്ന് കയറിയിട്ട് ഇവിടെ വന്ന് വീഴും. പക്ഷേ മൊത്തം പോയി ഒരു പരുവായി കിട്ടും. നമ്മുടെ ബാഗിനിട്ടും കിട്ടി പണി. നമ്മൾ ഈജിപ്റ്റ് എയർപോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് വരുന്ന കാഴ്ചകളാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പുകാരൊക്കെ ഇറങ്ങി. അപ്പം നമ്മുടെ മൂങ്ങി എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ട്രാവൽ ഏജൻറ്റ്. അദ്ദേഹത്തിനോട് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ടെലികോം കമ്പനികളാണ്. നമ്മുടെ ഈജിപ്ഷ്യൻ എയർപോർട്ടിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ ലഗേജുകളൊക്കെ ബസ്സിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഭാഗമായി കാണും. ധാരാളം പോലീസുകാരൊക്കെ സായുധരായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. എയർപോർട്ടിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികളാണ് ഇവിടുത്തെ വണ്ടികൾ.
എക്കാലത്തെയും ഏറ്റവും വലിയ ലോകാത്ഭുതമാണ് പിരമിഡുകൾ. മറഞ്ഞുകിടക്കുന്നു എന്നർത്ഥമുള്ള പിറാമിസ്, മധ്യത്തിൽ അഗ്നി എന്നർത്ഥം വരുന്ന പിരമിഡോസ് എന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പിരമിഡ് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി. ഫറവോ ചക്രവർത്തിമാരുടെയും രാജ്യമാരുടെയും ശവക്കല്ലറുകളായിരുന്നു പിരമിഡുകൾ. മരണാനന്തരം മനുഷ്യൻ മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെടും എന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. അവർ ഇതേവരെ അറിഞ്ഞിട്ടില്ലാത്ത അതേ ആഹ്ലാദവും അനുഭൂതിയുമൊക്കെ നിറഞ്ഞാണത്രേ ഈ പുതിയ ലോകം. ഇങ്ങനെയുള്ള പുതുലോക യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കക്കാലമാണ് കല്ലറയിലെ സമയം. ശരീരങ്ങളെ അതിനുവേണ്ടി ഒരുക്കി വെക്കണം. മമ്മിഫിക്കേഷൻ എന്നൊരു പ്രക്രിയയാണ് ആദ്യം നടത്തേണ്ടത്. ഒട്ടേറെ സുഗന്ധക്കൂട്ടുകളും ലേപനങ്ങളുമൊക്കെ ചേർത്ത് നേർത്ത തുണിയിൽ പൊതിയും. തുടർന്ന് പരേതൻ്റെ ഏറ്റവും മികച്ച സമ്പാദ്യങ്ങളോടൊപ്പം മൃതദേഹം കല്ലറയിൽ അടയ്ക്കും. മരണാനന്തര ജീവിതത്തിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ കഴിയുമാറ് രത്നങ്ങളും വജ്രങ്ങളുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടാവും. അടുത്ത ലോകത്തിലേക്ക് പരേതനെ കൊണ്ടുപോകുന്ന മന്ത്രിയ ചൊല്ലുകളടങ്ങിയ പാപ്പിറസ് ലിഖിതങ്ങൾ മൃതദേഹത്തിൻ്റെ കാലുകളുടെ ഇടയിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ മരണമടഞ്ഞ ഫറവോൻ ഒസീരസ് ദേവൻ്റെ അമരത്വം കൈവരിക്കുന്നുവെന്നാണ് സങ്കല്പം. ഈജിപ്തിൽ മൊത്തം 138 പിരമിഡുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യകാല പിരമിഡുകൾക്ക് ഇന്ന് നാം കാണുന്ന രൂപമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇഷ്ടിക, മണ്ണ് എന്നിവ കൊണ്ട് മുൾവശം പരന്ന രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇവയെ മസ്താബാത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ചതുരാകൃതിയിലുള്ള മസ്താബയുടെ ഉള്ളിലാണ് കല്ലറ പണിതിരുന്നത്. ഉള്ളിലേക്കുള്ള ഒരു വഴിയുടെ അഗ്രഹത്തിലായിരുന്നു മമ്മി എന്ന് വിളിക്കുന്ന മൃതദേഹം വെക്കുമായിരുന്നത്. തറനിരപ്പിലുള്ള ഒരു മുറിയിൽ പരേതൻ്റെ ആത്മാവിന് കഴിക്കാൻ വേണ്ടി ആഹാരപദാർത്ഥങ്ങളും സൂക്ഷിക്കുമായിരുന്നു. പിന്നീട് പല രൂപഭാവങ്ങളിൽ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടു. സ്നെഫറു എന്ന ചക്രവർത്തിയുടെ മകൻ ഗുഫുവാണ് പിൽക്കാലത്ത് ഏറെ ശ്രദ്ധേയമായ ഗിസ പിരമിഡ് പണിതത്. 482 അടി നീളമുള്ള ഈ പിരമിഡ് 13 ഏക്കർ സ്ഥലത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഈഫൽ ടവർ പണി കഴിപ്പിക്കും വരെ ഗിസ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു നിർമ്മിതി. 2 ടണ്ണിലധികം തൂക്കം വരുന്ന 20 ലക്ഷം കുമ്മായക്കല്ലുകൾ കൊണ്ടാണ് ഗിസ പിരമിഡ് നിർമ്മിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. 60 ചതുരശ്ര മീറ്റർ വലുപ്പമുള്ള മുറിയിലാണ് ഉള്ളിലെ കല്ലറ. 1 ലക്ഷത്തിലധികം ജോലിക്കാർ 20 വർഷം തുടർച്ചയായി അധ്വാനിക്കുന്നതിൻ്റെ ഫലമായാണ് ഇത്തരം പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത്.
പിരമിഡിന്റെ പനോരമിക് വ്യൂ ആണ്. അപ്പം ഇതിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഒട്ടകമൊക്കെ നല്ല ലൈനാപ്പിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. Habibi, good morning. Roxanne Fox. Yes. All the followers of Roxanne Fox from Egypt, look at the great pyramids of Egypt. Of course, one of the 7 wonders of the world, over 4,000 years old. King Khufu, the largest in the whole world. His son Khafra, the one in the middle, and grandson Menkaura, the third one, the one to the right hand side. The small pyramids you can see from here for the mother, the wife, and the sister of the king. So lovely morning from Egypt, and greetings from Egypt, Yusuf, the guide. Thank you, Jiju sir. ഈ പിരമിഡുകളുടെ എല്ലാം കാവൽക്കാരനാണ് സ്ഫിങ്സ് എന്ന ഭീമാകാരമാർന്ന പ്രതിമ. സിംഹത്തിൻ്റെ ശരീരവും മനുഷ്യൻ്റെ തലയുമാണ് ഈ പ്രതിമയ്ക്കുള്ളത്. ഗാഫ്ര എന്ന തലയുടെ രൂപമാണ് ഈ പ്രതിമയുടേതെന്ന് കരുതപ്പെടുന്നു. ഇതിനോട് സമാനമായ ഒരു പ്രതിമ ഇന്ത്യൻ ത്രിഭുവനത്തിലുള്ള ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലും ചിദംബരത്തിലെ ശ്രീ ശിവനടരാജ ക്ഷേത്രത്തിലുമുണ്ട്. പുരുഷ മൃഗമെന്നാണ് അതിൻ്റെ പേര്.